ദൈവനാഥൻ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മർത്തോമ യൂണിവേഴ്സിറ്റിന്റെ ആത്മീയം നടത്തപ്പെടുന്ന ലെങ് ജോസിലേക്ക് ഏവർക്കും സ്വാഗതം. രൂപാന്തരത്തിലൂടെ പുതിയ സൃഷ്ടിയായി തീരുവാൻ ദൈവം നമുക്ക് ഒരു അവസരം കൂടെ നൽകപ്പെട്ടിരിക്കുന്നു. ഈ നോമ്പ് കാലത്ത് നാം ഒരു പുതിയ സൃഷ്ടിയായി തീരണമെങ്കിൽ താഴ്മയുടെ കൃപാമഹത്വം നമ്മിൽ ഉണ്ടാകണം. താഴ്മയുടെ കൃപാപരമാണ് ഇന്നത്തെ ചിന്താവിഷയമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എളിമയും വിനയവുമാണ്. എളിമ വിനയം എന്നത് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പുണ്യമാണ്. സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ഇല്ലായ്മകളെയും പോരായ്മകളെയും ഏറ്റുപറയുന്നതാണ്. നമ്മെപ്പറ്റി തന്നെ ശരിയായ അവബോധം ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിന്റെയും മറ്റുള്ളവരുടെയും മുമ്പിൽ താഴ്മയുടെ നറുമലകളായി തീരാൻ സാധിക്കുന്നത്. വിനയമാകുന്ന കൃപയുടെ അടിസ്ഥാന സത്യസന്ധവും നീതിപൂർവമായ ജീവിതശൈലിയാണ്. നാം ആയിരിക്കുന്ന അവസരങ്ങളിൽ ദൈവപിതാവിനെയും നമ്മെ തന്നെയും മറ്റുള്ളവരെ സത്യസന്ധമായി മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് മഹത്വത്തിലേക്ക് നാം പ്രവേശിക്കുന്നത്. നമ്മെ തന്നെ ചിലപ്പോൾ വിലയിരുത്തുമ്പോൾ കൂടുതലായി കാണുവാൻ സാധിക്കുന്നത് കുറ്റങ്ങളും കുറവുകളുമാകാം. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ നല്ല വശങ്ങളെ നോക്കിക്കണ്ട് അനുദിനം ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് അവിടുന്ന് ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല എന്ന വിശ്വാസം നമ്മെ എളിമ എന്ന പുണ്യത്തിലേക്കും ദൈവിക ജ്ഞാനത്തിലേക്കുമാണ് നയിക്കുന്നത്. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെയും വിശ്വാസം അർപ്പിക്കുക. സ്വന്തം ബുദ്ധി ആശ്രയിക്കുകയും വരുത്. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകും. അപ്പോൾ അവിടുന്ന് നമുക്ക് വഴി തെളിയിച്ചു തരും. ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത്. സ്വന്തം ജ്ഞാനത്തിലല്ല നാം മേന്മ ഭാവിക്കേണ്ടത്, മറിച്ച് വിനയത്തിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവിക ജ്ഞാനത്തിലേക്കാണ് നാം ആശ്രയിക്കേണ്ടത്. അഹങ്കാരത്തിന് പിന്നാലെ അപമാനവും. വിനയമുള്ളവരുടെ കൂടെ ജ്ഞാനം. വിനീതമായ ഹൃദയം ദൈവത്തിന് വാസയോഗ്യമായ ആലയമാണ്. നാം ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളായി തീരുവാൻ വേണ്ടിയും കൂടുതൽ വിനയത്തോടെ ദൈവിക മഹത്വം ദർശിച്ച് അവന്റെ നന്മയിൽ അലിഞ്ഞുചേരുകയും വേണം. പരിശുദ്ധ കന്യാമറിയാൻ തന്നെ മുഴുവനായി ദൈവത്തിന് പദ്ധതിക്കായി വിട്ടുകൊടുത്തത് വഴി ഏറ്റവും എളിമയായ സമൂഹത്തിന് ഉത്തമ മാതൃകയായി തീർന്നിരിക്കുന്നു. തനിക്ക് ജനിക്കാൻ പോകുന്നത് ദൈവപുത്രനാണെന്ന് അറിഞ്ഞിട്ടും അതിന്റേതായ ഉന്നത ഭാവമോ ലവലേശം പോലും ഇല്ലാതെ ദൈവത്തിന്റെ മുൻപിൽ എളിയ ദാസിയായി നിൽക്കുന്നതാണ് നാം കാണുന്നത്. മറിയത്തെ പോലെ ഈ നോമ്പ് കാലത്ത് എളിമയുടെ മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ദൈവഭക്തി എളിമയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും വരുന്നതാണ്. ദൈവത്തിൽ ആശ്രയിക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കുന്നു. അവഗണന സഹിക്കുന്നതിനും താഴ്ന്ന ജോലികൾ പോലും ഏറ്റെടുക്കുന്നതിനും എളിമ നമ്മെ തയ്യാറാക്കുന്നു. അധികാരികൾ വിധേയമായി ജീവിക്കുന്നതിനും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിനും എളിമ നമ്മെ പഠിപ്പിക്കുന്നു. ശാന്തമായി വിനയത്തോടും കൂടി സംസാരിക്കുന്നതിനും ദാരിദ്ര്യം അപമാനം പോലും പരാതി കൂടാതെ സ്വീകരിക്കാനും എളിമ നമ്മെ തയ്യാറാക്കുന്നു. ഈ നോമ്പ് കാലത്തിലൂടെ നമ്മുടെ കഴിവുകളിൽ അഹങ്കരിക്കാതെ അവയുടെ മഹത്വം എല്ലാം ദൈവത്തിന് സമർപ്പിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.